കാസർഗോഡ് ജില്ലയിലെ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. വില വ്യത്യാസത്തിന്റെ പേരിൽ വിൽപ്പന കുറഞ്ഞതിനെ തുടർന്ന് അതിർത്തി മേഖലയിലുള്ള 7 പമ്പുകൾ അടച്ചുപൂട്ടി. 2 രൂപ സെസ് കൂടി നിലവിൽ വരുന്നതോടെ ബാക്കിയുള്ള 65 പമ്പുകളിൽ പകുതി എണ്ണം കൂടി പ്രവർത്തനം നിർത്തേണ്ടി വന്നേക്കുമെന്നാണ് ഡീലർമാർ പറയുന്നത്. കേരളത്തിനെ അപേക്ഷിച്ച് കർണാടകത്തിൽ പെട്രോളിന് 6 രൂപയും ഡീസലിന് 8 രൂപയും കുറവുണ്ട്. പുതുതായി ഏർപ്പെടുത്തിയ 2 രൂപ സെസ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ അന്തരം വർദ്ധിക്കും. ഇപ്പോൾ തന്നെ ചരക്ക് ലോറികൾ ഉൾപ്പെടെ ജില്ലയിലെ പമ്പുകളിൽ കയറാതെ കർണാടകത്തിൽ നിന്നാണ് ഇന്ധനം നിറയ്ക്കുന്നത്. ഇത് സാധാരണക്കാരനൊപ്പം ഡീലർമാരെയും പ്രതിസന്ധിയിലാക്കുന്നു. ഒരു വർഷത്തിനിടെ 7 പമ്പുകൾക്കാണ് ജില്ലയിൽ താഴുവീണത്. തൊഴിലാളികളുടെ ശമ്പളം ഉൾപ്പെടെ പ്രതിദിനം ചെലവാകുന്ന തുകയ്ക്കുള്ള വിറ്റുവരവ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പമ്പുകൾ. ഒന്ന് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിലവർധന തന്നെയാണ്. അതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന വാഹനങ്ങൾ മുഴുവനും അവരിന്ന് ഡീസൽ അടിച്ചവർ വന്നാൽ പിന്നെ ഇവിടെ നമുക്ക് കച്ചവടമില്ല. അത് ഡീലർമാർക്ക് നഷ്ടമാണ്, സർക്കാരിന് നഷ്ടമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇപ്പോൾ എത്രയോ വർഷമായി ഡീലർ കമ്മ്യൂണിറ്റിയിലെ കമ്മീഷൻ 2017 ശേഷം കമ്മീഷൻ പതനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യോപയോഗ 7 വർഷത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന കാര്യം വരുമ്പോൾ ആ പ്രതിസന്ധി മൂലം ശക്തമായ പ്രതിസന്ധി നേരിടുകയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ മുമ്പത്തെ പോലെയല്ല, തൊഴിലാളികളെ കിട്ടാൻ വലിയ പാടാണ്. അതൊക്കെ കൊണ്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഈ സെസ് വന്നപ്പോൾ വീണ്ടും അതാണ് ഞങ്ങൾ പറഞ്ഞത്, പുതുതായി സെസ് ഏർപ്പെടുത്തിയപ്പോൾ അത് ഡീലർ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ആഘാതമായി വരുന്നത്, വിലവർധന മൂലം എല്ലാവരും ബാധിക്കും. 10,000 ലിറ്റർ ഡീസൽ വിൽപ്പന നടത്തുന്ന പമ്പിൽ ഇപ്പോൾ 10% കുറഞ്ഞിട്ടുണ്ട്. ഇന്ധന വിൽപ്പനയിൽ ഇടിവുണ്ടായത് വായ്പയെടുത്തും മറ്റും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ്. ഇന്ധന വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പമ്പുകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് ഡീലേഴ്സ് അസോസിയേഷൻ. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.